ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈഡ്രോ ബീഡ്സ് വെച്ചിട്ടുള്ള ലെയർ മാലയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നോക്കാം. ഞാനിവിടെ 1mm ഹൈഡ്രോ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്, പർപ്പിൾ കളർ. പിന്നെയുള്ളത് മിഡിൽ പ്ലേറ്റ് ആണ്, 2 മിഡിൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 3 സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ജടപ്പെട്ടിയാണ്, ഇത് മാലയുടെ എൻഡിങ് കൊടുക്കാനായിട്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഹുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് നൈലോൺ ത്രെഡാണ്. പിന്നെ കട്ടിംഗ് പ്ലെയർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ മാല മേക്കിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് മാല മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നൈലോൺ ത്രെഡ് 3 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ത്രെഡിലോട്ടും നമ്മൾ ലെയറിന് വേണ്ടിയിട്ട് ഹൈഡ്രോ ബീഡ്സ് എത്ര നീളത്തിലാണോ നിങ്ങൾക്ക് മാല വേണ്ടത് അത്രയും നീളത്തിൽ നിങ്ങൾ ബീഡ്സ് കോർത്ത് എടുക്കണം. ഈ മാല മേക്കിങ് ശ്രദ്ധിച്ചാൽ ഈ 3 ലെയറിനും ഞാൻ ഒരേ ലെങ്ത് ആണ് എടുക്കുന്നത്. കാരണം ഇത് എനിക്ക് സ്വയം ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന മാലയാണ്. അതായത് സെൻറ്റർ ഭാഗം സെപ്പറേറ്റ് ലെയർ ആയിട്ട് കിടക്കുന്നു. ആദ്യത്തെ ലെയറിനേക്കാളും ഒരല്പം കൂടി നീളത്തിൽ സെക്കൻഡ് ലെയർ, പിന്നീട് അതിനേക്കാൾ നീളത്തിൽ 3ാമത്തെ ലെയർ. ഇതേ പാറ്റേണിൽ നമ്മളൊരു വൈറ്റ് പേൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഡൗട്ടുള്ളവർ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മാല മേക്കിംഗ് ആണ്. അതേപോലെ കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാല മേക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞു പോകുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പേൾ മാലയിൽ മിഡിൽ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തു പോയത്. ഇവിടെ സ്റ്റോൺ മിഡിൽ പ്ലേറ്റ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ വൈറ്റ് പേൾ മാല നമ്മൾ ബീഡ്സ് ലോക്കാണ് എൻഡിങ്ങും ചെയ്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ നമ്മൾ ചേടാപ്പെട്ടി വെച്ചിട്ടാണ് അത് ലോക്ക് ചെയ്യുന്നത്. മിഡിൽ പ്ലേറ്റ് കോർക്കുമ്പോൾ ഓരോ ലെയറും കൃത്യമായ ഓർഡറിൽ കോർത്തെടുക്കാൻ ശ്രദ്ധിക്കണം. വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളറായിട്ടാണ് ബീഡ്സ് തോന്നുന്നത്. പക്ഷേ ഇത് ഗ്രേപ്പ് കളറാണ്, പർപ്പിൾ കളറാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു തിളക്കമൊക്കെയുള്ള ഒരു ബീഡ്സ് ആണ് ഹൈഡ്രോ ബീഡ്സ്. ഇതേപോലെ ഓരോ ലെയറും ബീഡ്സ് കോർത്ത് ഈ മിഡിൽ പ്ലേറ്റിലൂടെ ഇതേപോലെ കോർത്ത് എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അടുത്ത ലെയർ ഇതിനേക്കാളും ഒരു ലെങ്ത് കൂട്ടി എടുക്കുവാണെങ്കിൽ അത് 3 ലെയറും സെപ്പറേറ്റ് ലെങ്തിൽ കിടക്കും. ഇത് പക്ഷേ ഞാൻ ഒറ്റ ലെങ്ത് എടുത്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാലയുടെ ലെങ്ത് തീരുമാനിക്കുക. ഇനി ഇതാ 3 ലെയറും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചേടാപ്പെട്ടിയിലോട്ട് ആ ലെയർ കണക്ട് ചെയ്യണം. ഞാൻ ആ ചേടാപ്പെട്ടിയിലേക്ക് ആദ്യം തന്നെ ഈ കൊളുത്ത് അറ്റാച്ച് ചെയ്താണ് എടുത്തിട്ടുള്ളത്. 2 ചേടാപ്പെട്ടിയിലേക്കും കൊളുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാലയിലോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പം ഏത് വശത്താണ് നമുക്ക് ഇടേണ്ട ഹുക്ക്, നിങ്ങൾക്ക് കൈവശം ഏതാണോ ആ വശത്തേക്ക് നമ്മൾ ഹുക്കുള്ള ചേടാപ്പെട്ടി കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ വലത് വശത്തേക്ക് ഹുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ആ ഹുക്കില്ലേ, ആ ഹുക്കുള്ള ചേടാപ്പെട്ടി കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചേടാപ്പെട്ടി 3 ഹോളിൻ്റെ ചേടാപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലെയറിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ ചേടാപ്പെട്ടിയിലേക്ക് നൈലോൺ ത്രെഡ് കോർത്തെടുക്കുക. The 3 ത്രെഡും ഇതേപോലെ പുറത്തേക്ക് കോർത്തെടുത്തതിന് ശേഷം ഇതേപോലെ വലിച്ചു പിടിച്ച് ഒരു കെട്ടിട്ട് കൊടുക്കണം. ഒരു 2 കെട്ട് ഇടുക. അതിനുശേഷം നന്നായി ടൈറ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ഒരു മെഴുകുതിരി ഉപയോഗിച്ച് അതിൻ്റെ അറ്റം പതിയെ ഒന്ന് ഉരുക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ കെട്ട് പിന്നെ അഴിഞ്ഞു പോകാതെ അവിടെ സ്റ്റക്കായി നിന്നുകൊള്ളും.
മറുവശത്തെ ചേടാപ്പെട്ടിയും ഇതേപോലെ നമ്മൾ കോർത്ത് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാ ഈ ലൂസായി നിൽക്കുന്ന ഈ ഭാഗം ഇവിടെ വന്ന് ടൈറ്റായി ഫിറ്റായി നിന്നോളും. അപ്പോൾ ദാ ഞാൻ ഇതേപോലെ ചേടാപ്പെട്ടി ഇരുവശത്തും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാലയുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്, പക്ഷേ ഇത് ഒത്തിരി പണിയെടുക്കേണ്ടി വന്നൊരു മാലയാണ്. കാരണം ഇത് 1 mmൻ്റെയാണ് ഹൈഡ്രോ ബീഡ്സ്. അപ്പോൾ ഇത്രയും ബീഡ്സിനെ ഞാൻ 3 ലെയറിലോട്ട് കോർത്ത് കൊണ്ടുവന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് അബദ്ധത്തിൽ കൈവിട്ടു, ബീഡ്സ് എല്ലാം താഴെ പോയി. പിന്നെ അത് ഓരോന്ന് പെറുക്കിയെടുത്തു, വീണ്ടും കോർത്തു. അങ്ങനെ നല്ലൊരു മെനക്കേടിൻ്റെ പണിയായിരുന്നു ഇത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ലെയർ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്തിരുന്നില്ല. ഈ പ്രാവശ്യം അത് വിട്ടുപോയി. അങ്ങനെ നല്ലൊരു പണി കിട്ടി. വീണ്ടും റിപ്പീറ്റായിട്ട് ഒന്നേന്ന് കോർത്തു. നല്ല ക്ഷമാപൂർവം ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു. അപ്പോൾ ദാ മാലയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും. നിങ്ങൾക്ക് സെൻറ്റർ പോർഷനിൽ ലെയർ ആയിട്ട് തന്നെ കിടക്കണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ലെയറിനേക്കാളും കൂടുതൽ സെക്കൻഡ് ലെയർ എടുക്കുക, സെക്കൻഡ് ലെയറിനേക്കാളും കൂടുതൽ തേർഡ് ലെയർ എടുക്കുക. അപ്പം ഒന്നൊന്നായിട്ട് ലെയറായിട്ട് തന്നെ മാല കിടക്കും. അതല്ലാന്ന് ഉണ്ടെങ്കിൽ ദാ ഇതേപോലെ 3ഉം ഒരേ ലെങ്ത്തിൽ ഇങ്ങനെയും മാല സെറ്റ് ചെയ്യും. അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ മാല അതേപോലെ മേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.